യുവാഭിഭാഷകയെ മർദ്ദിച്ചതിൽ ബേലിൻദാസിന് വിലക്ക്. ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കില്ല. അടിയന്തര ബാർ കൌൺസിൽ യോഗം ചേർന്നാണ് നടപടിയെടുത്തത്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിതിൻ, വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്താണ് ഇപ്പോൾ അടിയന്തരമായി ബാർ കൌൺസിൽ യോഗം ചേർന്നത്. എന്തൊക്കെ വിലയിരുത്തലുകളിലേക്ക്, എന്തൊക്കെ തീരുമാനങ്ങളിലേക്കാണ് യോഗം എത്തിച്ചേർന്നത്? അമൃത, മഞ്ചൂരിൽ യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ഈ സംഭവത്തിലാണ് അടിയന്തരമായി ഇപ്പോൾ ബാർ കൌൺസിൽ യോഗം ചേർന്നിരിക്കുന്നത്. നേരത്തെ ഇന്ററിം കമ്മിറ്റിയെ നിയോഗിച്ച് അടിയന്തരമായി തന്നെ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രതിയായ ബേലിൻദാസിനെ പ്രാക്ടീസ് ചെയ്യാൻ ഒരു കോടതിയിലും ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കില്ല എന്നൊരു തീരുമാനം ബാർ കൌൺസിൽ എടുത്തിരിക്കുന്നത്. ബേലിൻദാസിനെ വിലക്കിയിരിക്കുകയാണ്. പിന്നീട് ബേലിൻദാസിന് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കും. അതിന് മറുപടി നടന്ന് മറ്റൊരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ ഈ നിലവിലുള്ള വിലക്ക് നിലനിൽക്കുമെന്നാണ് ബാർ കൌൺസിൽ പറയുന്നത്. ഒരു അസാധാരണമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അടിയന്തരമായി ബാർ കൌൺസിൽ യോഗം ചേർന്നത്. ഒപ്പം തന്നെ ഈ തിരുവനന്തപുരത്ത് ബാർ അസോസിയേഷൻ പ്രതിനിധികൾ പോലീസിനെ തടഞ്ഞുവെന്ന വാർത്തകൾ തെറ്റാണെന്നും ഇത്രയും ക്രൂരമായ പ്രവർത്തി ചെയ്ത ആളെ സംരക്ഷിക്കാൻ ഒരു തരത്തിലും ശ്രമിക്കില്ല എന്നും ഈ ബാർ കൌൺസിൽ അംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട സംഭവമാണ് നിലവിലുണ്ടായത്. ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാരുമായി സംസാരിച്ച് ചട്ടങ്ങൾ ഉണ്ടാക്കുമെന്നും ബാർ കൌൺസിൽ